ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നയന ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുകയാണ് കേട്ടോ. കാരണം ദേവയാനി തന്നെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ താൻ ആ വീട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി തനിക്ക് കിട്ടേണ്ട സ്നേഹമൊക്കെ കിട്ടുമ്പോൾ നയന വളരെ സന്തോഷവതിയായി തന്നെ ആ വീട്ടിലിങ്ങനെ പണി ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അനാമിക വരികയാണ്. ഓ, ഇവിടുത്തെ റാണി ആയിരിക്കുന്നു, ഇവൾക്ക് ഇവിടെ റാണിയുടെ സ്ഥാനമല്ലേ എല്ലാവരും കൊടുത്തിരിക്കുന്നു. ആ വല്യമ്മ എന്ന് പറഞ്ഞവരെ വിശ്വസിച്ചതാണ് എനിക്കുണ്ടായ അബദ്ധം. അവരാണെങ്കിൽ ഇവളെന്ന് വെച്ചാൽ ഇപ്പോൾ ജീവനായിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നയനയുടെ അടുത്തോട്ട് അനാമിക കയറി വരികയാണെങ്കിൽ ഇവൾക്കിട്ട് രണ്ട് കൊടുക്കണം എന്ന് കരുതി തന്നെ അനാമിക വരുന്നത് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിൽ അനാമികയെ വലിയ ശ്രദ്ധ ഒന്നും കൊടുക്കുന്നില്ല. നയന തൻ്റെ പണി ചെയ്യുന്നത് അത് തുടരുകയാണ്. കാരണം അനാമിക എന്ന് പറയുന്ന സാധനത്തെ എല്ലാവരും ആ വീട്ടിൽ വെറുത്തിരിക്കുന്നു. അത്രയും ക്രൂരതകളാണല്ലോ നവ്യയോടും നയനയോടും അനാമിക ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇതേ സമയം നോക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ആ സമയം അനാമിക, എന്താ നിങ്ങൾ ഞാനിവിടെ നിൽക്കുന്നതൊന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഒന്നും നയന മിണ്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ചോദിക്കണേ, എന്താ നിങ്ങൾക്ക് എന്നെ കണ്ടതായി ഒന്ന് നടിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ, എന്തിനാ അനാമിക നീ വെറുതെ രാവിലെ തന്നെ വഴക്കുണ്ടാക്കാനായി വന്നിരിക്കുന്നത്? ഞാൻ എന്നോട് വഴക്ക് കൂടാനോ മിണ്ടാനോ പറയാനോ ഒന്നിനും വരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് എനിക്കിങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ നയന പറയുമ്പോൾ, അതെ ഇന്നെന്താ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇഡ്ഡലിയും സാമ്പാറും. ഉച്ചയ്ക്ക് എന്താ? ഉച്ചയ്ക്ക് സാമ്പാറുള്ളതല്ലേ, അതിനനുസരിച്ചുള്ള അവിയലും തോരനും ബാക്കിയുള്ളതൊക്കെ അങ്ങ് ഉണ്ടാക്കണം. മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറുക്കണം. നിങ്ങൾക്ക് എന്നും ഈ ഇഡ്ഡലി സാമ്പാർ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഒരു ചോറ്, അതിലോട്ട് തോരൻ, അത് ഇത് കൂട്ടുകറി എന്നൊക്കെ പറഞ്ഞ് ഈ നാടൻ വിഭവങ്ങളെ നിങ്ങൾക്ക് അറിയുകയുള്ളൂ. അത് കേൾക്കുന്ന നയനെ പറയണേ, എന്താ ഇതിൽ കൂടുതൽ നിനക്കുണ്ടാക്കാൻ അറിയുമെന്നാണ് നീ ഉദ്ദേശിച്ചത്? അത് കേട്ടോടെ തന്നെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിനക്ക് ഇത് തന്നെ അറിയുള്ളൂ. ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്കി നോക്കേ എന്ന് നയന അനാമികയോട് പറയണം കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, അതിനെങ്ങനെ അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്നെങ്കിലല്ലേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് അനാമിക പറയുമ്പോൾ, അതിന് അടുക്കള ഞാൻ എൻ്റേതായി സ്വന്തമാക്കി എടുത്തിട്ടില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഞാൻ ആരോടെങ്കിലും കയറണ്ട എന്നോ എൻ്റെ പേര് സ്റ്റിക്കർ എഴുതി ഒട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നയനയോ പറഞ്ഞ ഉടൻ തന്നെ അനാമിക പറയണേ, നീ എന്തിനാ രാവിലെ തന്നെ എന്നോട് വഴക്കിടാൻ വരുന്നത്? ആര് വഴക്കിടുന്നു? കാര്യങ്ങൾ പറഞ്ഞു, അതിനിത്ര ദേഷ്യം നിനക്കെന്തിനാ എന്നിങ്ങനെ തിരിച്ചും പറയാനേട്ടാ. അപ്പോൾ ഈ സമയം ദേവയാനി ഇതൊക്കെ ശ്രദ്ധിച്ച് പതുക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നാലെ ജാനകിയും വരുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നയന പറയണേ, അതെ നയനയോട് പറയണേ, അതെ കൂടുതലായി നീ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഇന്ന് നീ ഉച്ചക്കേക്ക് ഈ സാമ്പാറും ഉണ്ടാക്കി എന്ന് കരുതിയിട്ട് അതിലോട്ട് തോരനും മീൻ വറുത്തതൊന്നും ആക്കേണ്ട. ഇന്ന് ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ എന്ന്, എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് പറയാം കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അവിടെ നയന പറയാണ്, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും ഉണ്ടാക്കിക്കോ എന്ന് എനിക്ക് ഇതേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം അമ്മയും മുത്തശ്ശനും ഒക്കെ മുത്തശ്ശൻ്റെയൊക്കെ ആരോഗ്യസ്ഥിതി ആലോചിച്ച് എനിക്കിതേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ദേവയാനി വരാനേട്ടാ. ഇതേ സമയം, അതെന്താ ഞാൻ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒരു മടി? ഈ വീട്ടിൽ നീ എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ, നീ പറയുന്നതിനനുസരിച്ച് എൻ്റെ മരുമകൾ നിനക്കുണ്ടാക്കി തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ. നിന്റെ സംസാരം കേട്ടാൽ നിന്റെ ആങ്ങളെ കെട്ടിയ ഭാര്യയോട് കൽപ്പിക്കുന്നത് പോലെയുള്ള സംസാരമാണല്ലോ നീ ചെയ്യുന്നത്. ഇവിടെ നിന്റെ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ള ആ ഒരു അഹംഭാവമാണല്ലോ. നീ എന്താ അമ്മായിമ്മയാണ് എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങൾ ദേവയാനി തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന അനാമിക, വല്യമ്മേ ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ വല്യമ്മ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വല്യമ്മ എനിക്കൊപ്പം നിന്നിരുന്നല്ലോ. ഈ നയനയോട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞേക്ക്, ഇവൾ ഇവിടുത്തെ വേലക്കാരിയാണ് എന്നൊക്കെയല്ലേ വല്യമ്മ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്താ വല്യമ്മക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ, അതെ മാറേണ്ട സമയത്ത് മാറിയില്ലെങ്കിൽ ഇനിയും ഞാൻ മാറാതിരുന്നാൽ എന്നെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് കുപ്പത്തൊട്ടിയിലോട്ട് കളയുമെന്ന് പറയാൻ കേട്ടോ. ഞാൻ ഒന്നിനും പറ്റാത്ത ആ ഒരു കച്ചറ വസ്തുവായി എന്നേക്കുമായി ഭൂമിയിലോട്ട് അങ്ങ് പോകുമെന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അനാമികയ്ക്ക് ഇങ്ങനെ പേടിയാവാൻ കേട്ടോ. കാരണം ഇവരെന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഇവരുടെ സംസാരം, ഇവരങ്ങ് ചത്തുപോകുന്നാലോ ഇവരുടെ സംസാരത്തിൽ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ അനാമിക ചിന്തിക്കുമ്പോൾ ദേവയാനി ചോദിക്കും, എന്താ അനാമിക ഞാനത് പറഞ്ഞപ്പോൾ നിനക്കൊരു ചിന്ത, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അത് കേട്ട ഉടനെ അനാമിക, ഇതെന്താ വല്യമ്മേ എനിക്കൊന്നും ആലോചിച്ച് നിൽക്കാൻ പോലും പാടില്ലേ? വല്യമ്മയുടെ മാറ്റം കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയതാ. പണ്ടൊക്കെ വല്യമ്മ ഞാൻ എന്തെങ്കിലും വാ തുറന്നെങ്കിൽ വല്യമ്മ എന്നെ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ലല്ലോ. വല്യമ്മ ഇവിടെ വന്ന് കയറിയ ഉടനെ
തന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ഈ വീട്ടിലെ ഈ നിൽക്കുന്ന വേലക്കാരിയായ നയനയോട് പറഞ്ഞാൽ മതിയെന്നായിരുന്നല്ലോ വല്യമ്മ പറഞ്ഞത്. അത് കേൾക്കുന്ന ദേവിയാനി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധം തന്നെ തുടർന്ന് കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്ക് ഉണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിന്നെ പേടിച്ചിട്ട് ഞാനിവിടെ ജീവിക്കണോ? ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് തിരുത്താൻ പാടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തിനാ വല്യമ്മ വെറുതെ എൻ്റെ നേർക്ക് തട്ടിക്കയറുന്ന? വല്യമ്മക്ക് അറിയാലോ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണ് വളർത്തിയിരിക്കുന്നതെന്ന്. വീട്ടിൽ ഒരു പ്ലേറ്റ് എടുത്താൽ അപ്പുറത്തോട്ട് കൊണ്ടുവെക്കാൻ പോലും എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പണിക്കാരികളാണ്. എന്നാൽ എനിക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലെന്ന് അറിയുമ്പോൾ വല്യമ്മേലെ എന്നോട് പറഞ്ഞത്. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നിന്നോട് ഇപ്പം പറയുന്നു, ഇതെൻ്റെ മകളാണ്, എൻ്റെ മരുമകളാണ്, എൻ്റെ ആദർശിൻ്റെ ഭാര്യയാണ്, അനന്തപുരിയിലെ മൂത്ത മരുമകളാണ്. ഇവൾക്കുള്ള സ്ഥാനം കഴിഞ്ഞിട്ട് നിനക്കിവിടെ എന്ത് സ്ഥാനമുള്ളൂ? നിനക്ക് ഫ്രൈഡ് റൈസോ എന്തോ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും ഈ അടുക്കളയിൽ നീ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളുമുണ്ട്. നയനെ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ നിനക്കും ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുമ്പോൾ അനാമിക എങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണിട്ടാ. അപ്പം അനാമിക എങ്ങനെ ഇടങ്ങണ്ടിട്ട് നോക്കുമ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് കാണണേ. അപ്പം പകുതിയൊക്കെ ജാനകി കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമയം വരുന്നുണ്ട് എൻ്റെ അമ്മായിമത്തള്ള, ഇവരെ കൊണ്ട് എന്തിനെങ്കിലുമൊക്കെ ഒന്ന് കഴിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിങ്ങനെ നിൽക്കാനേട്ടാ. അങ്ങനെ തൻ്റെ അമ്മായിയമ്മ തൻ്റെ അടുത്തോട്ട് എത്തിയെന്ന് കണ്ട ഉടൻ തന്നെ പൊട്ടി കരയാനേട്ടോ. ഇങ്ങനെ അനാമിക, അമ്മേ എന്നെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, എന്നെ ഇപ്പോൾ വല്യമ്മ ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും എനിക്ക് തന്നിട്ട് ഇപ്പോൾ എന്നെ വല്യമ്മ എന്നെ പറയുന്നത് കേട്ടോ, എന്നെ എന്തൊക്കെയാണ് വല്യമ്മ പറയുന്നത്, ഈ വീട്ടിലെ വേലക്കാരിയുടെ സ്ഥാനം നയനക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന വല്യമ്മ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതിന് വല്യമ്മ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞെന്ന് അമ്മ കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ മോളെ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഫ്രൈഡ് റൈസ് ആണ് വേണ്ടത്. അങ്ങനെ അനാമിക പൊട്ടിക്കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ തൻ്റെ അമ്മായിയമ്മയോട് പറയണം, എൻ്റെ വീട്ടിലെ എല്ലാ പണികളും എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അമ്മേ, അതുകൊണ്ട് ഞാൻ ഇവളോടൊന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞതിന് ഈ വല്യമ്മ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ ജാനകി, ഏട്ടത്തി എന്നാലും ഇങ്ങനെയൊന്നും എൻ്റെ മരുമകളോട് ഒരിക്കലും കാണിക്കരുത്. എൻ്റെ മരുമകൾ എന്ന് എപ്പോഴും ഏട്ടത്തി പറഞ്ഞിരുന്ന ആ നാക്ക് ഇന്നിപ്പോൾ ഏട്ടത്തിയുടെ മരുമകളെ എന്തൊക്കെ പറഞ്ഞ് ഇവള് ഏട്ടത്തിയെ തിരിച്ചത് കൊണ്ട് തന്നെ ഏട്ടത്തി എൻ്റെ മരുമകളെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഏട്ടത്തി തന്നെയല്ലേ അനാമികയെ ഇങ്ങനെയൊക്കെ ആക്കിയത്? അനാമിക ഇവിടുത്തെ ചെറിയ മോളാണെന്ന്, അവൾ കൊച്ചു കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടത്തി തന്നെയല്ലേ അവൾക്കെല്ലാം ചെയ്യാനുള്ള ആ ഒരു ഇതിന് വളം വെച്ച് കൊടുത്തത്. അപ്പം അത് കേൾക്കുന്ന ദേവയാനി പറയാം, അവൾ കൊച്ചു കുഞ്ഞോ? അവളുടെ കയ്യിലിരിപ്പ് കണ്ടാൽ അങ്ങനെ ആരും തന്നെ അവളെക്കുറിച്ച് പറയില്ല. അത്രയും വളരെ മോശമാണ്. ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മേനേക്കാൾ കൂടുതൽ അറിവും വിവരവുമാണ് അവൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. അതിലൊക്കെ അനുഭവിച്ചത് ഞാനാണല്ലോ. കാരണം ഇത്രയും അധികം അവളെ ഞാൻ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? അവളെ എനിക്ക് തന്ന സമ്മാനം എന്താണ്? അപ്പോൾ ഇത് പറഞ്ഞ ഉടൻ തന്നെ ഏട്ടത്തി എന്തൊക്കെയോ മനസ്സിൽ വേണ്ടാത്ത തെറ്റിദ്ധരിച്ചിട്ടാണ് അനാമിക മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. അനാമിക മോൾ ആരെയും ദ്രോഹിക്കില്ല, അവൾക്ക് ആരെയും ദ്രോഹിക്കാനും കഴിയില്ല. ഏട്ടത്തിയുടെ തെറ്റിദ്ധാരണയാണ്. അതെന്തോ ആയിക്കോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പണ്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ മരുമകൾ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന്. പക്ഷേ അന്ന് എനിക്ക് തെറ്റിദ്ധാരണ കൊണ്ട് എൻ്റെ മരുമകളുടെ നന്മ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പലവരും ചീവീടിനെ പോലെ മറ്റുള്ളവരുടെ ചെവിയിൽ വന്ന് ഓരോന്ന് പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ടും തെറ്റ് ഞാൻ ചെയ്തു എന്നുള്ള സത്യം തന്നെ. പക്ഷേ ഇനി എൻ്റെ മരുമകളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ കേട്ട് നിൽക്കില്ല കേട്ടോ എന്ന് ജാനകിക്ക് ഒരു വാണിംഗും കൊടുത്ത് ദേവയാനി അവിടെ നിന്നും പോകുമ്പോൾ ജാനകി തൻ്റെ മരുമകൾക്ക് വേണ്ടി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാനിട്ടാ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിലോ ദേവയാനി നയനയും കൂടിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കും. അനാമിക അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മുത്തശ്ശന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണുങ്ങളെല്ലാം എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഇവൾ മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും മുത്തശ്ശൻ അത് കയ്യിൽ അങ്ങ് മുറുക്കി പിടിക്കുകയാണ്. ഇതേ സമയം ജാനകി ആണെങ്കിൽ തൻ്റെ മരുമകൾക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കുന്നത് കാണുമ്പോൾ അനി ചോദിക്കുക, ഇതെന്താ അമ്മേ ഇവിടെ ഒരാൾക്ക്
നിങ്ങൾക്ക് മാത്രം ഒരു വെറൈറ്റി ഭക്ഷണം, ബാക്കിയുള്ളവർക്ക് എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതെ, എൻ്റെ മരുമകൾ ഇവിടെ ഫ്രൈഡ് റൈസ് വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമല്ലേ. ഇവിടെ മറ്റുള്ളവർ പലതും കഴിക്കുമായിരിക്കും, പക്ഷേ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കണ്ടേ. അത് കേട്ട ഉടൻ തന്നെ അവിടെ മുത്തശ്ശൻ പറയാണ്, ഇങ്ങനെ ഒരു വീട്ടിൽ ഒരിക്കലും നടക്കില്ല ജാനകി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയാൽ ഈ വീട് നാലായി മുറിക്കേണ്ട അവസ്ഥ എനിക്ക് വരുമല്ലോ. അപ്പോൾ അതിനുള്ള അവസരം ഇനി മേലാൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കുമ്പോൾ ആ ഫ്രൈഡ് റൈസ് കഴിക്കാതെയും കണ്ട് അനാമിക അവിടെ നിന്നും അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ.